ബഹുമാനപ്പെട്ട മുൻ പഞ്ചായത്ത് മന്ത്രി ഡോക്ടർ കെ.ടി. ജലീൽ എം.എൽ.എക്ക് സംസ്ഥാന മദ്യനിരോധന സമിതി അധ്യക്ഷൻ ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ അയക്കുന്ന ഒരു തുറന്ന വാചിക കത്ത്. നമസ്തേ ഡോക്ടർ, അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട എന്ന് പറയുന്നത് ബഹുമാനത്തോടെ തന്നെയാണ്. കാരണം നമ്മൾ പരിചിതരാണ് പരസ്പരം. മാത്രമല്ല, രാജ്യത്തെ പരമോന്നത വിദ്യാലയമായ വിശ്വവിദ്യാലയം എന്ന സർവകലാശാലയുടെ അത്യുന്നത ബിരുദമായ ഡോക്ടറേറ്റുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണല്ലോ താങ്കൾ. എന്നാൽ ആ പദവിക്ക് പോലും ആദരാപജയമുണ്ടാകുന്ന ഒരു ജനദ്രോഹപരമായ ഭരണഭീകരതയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടി വന്ന ഹതഭാഗ്യനാണ് താങ്കൾ. ആകയാൽ തന്നെ ഇഷ്ടജനങ്ങളാൽ പോലും പല കാരണങ്ങളാലും അഭിശപ്തനാവുകയും ചെയ്തു. അതാണല്ലോ അവസാന തെരഞ്ഞെടുപ്പിൽ മുമ്പ് കിട്ടിയതിൻ്റെ 4/1 വോട്ട് പോലും കിട്ടാതിരുന്നത്. വിശുദ്ധ ഖുർആൻ വരെ മാനം കെടുത്തൽ താങ്കൾ നടത്തിയെന്ന ഒരപവാദം വേറെയും വന്നു. എന്നാൽ ഇപ്പോൾ പറയുന്നത്, അന്ന് താങ്കൾ പാർട്ടി കൽപ്പന അപ്പാടെ അനുസരിച്ച് ചെയ്ത ഒരു കൊടും ക്രൂരത മറച്ചു പിടിക്കാൻ മറ്റൊരു ചെപ്പടി വിദ്യയ്ക്ക് കൂട്ടുനിൽക്കുന്നതിലെ ചതി എനിക്ക് തുറന്നു കാട്ടേണ്ടി വന്നിരിക്കയാലാണ്. താങ്കളോടുള്ള സ്നേഹാദരങ്ങൾ ഓർത്തുകൊണ്ട് തന്നെയാണത് ചെയ്യുന്നത്. താങ്കൾ പരപ്പനങ്ങാടിയിൽ ജനുവരി 25 നടന്ന ഒരു ലഹരി വിരുദ്ധ മനുഷ്യച്ചങ്ങലയ്ക്ക് ആളെ കൂട്ടാൻ പ്രചാരണം നടത്തുന്ന ഒരു വീഡിയോ ദൃശ്യം കാണുകയുണ്ടായി. അപ്പോഴാണ് താങ്കളുടെ സമീപന ഭേദങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ജനവഞ്ചന എന്ന കുറ്റം തുറന്നു കാട്ടണമെന്ന് എനിക്ക് തോന്നിയത്. സർ, ഉമ്മൻചാണ്ടിയെ താങ്കളുടെ പാർട്ടി അതിക്രൂരവും ഗർഹണീയവുമായ രീതിയിൽ അപമാനിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് മാത്രമാണ് താങ്കളുടെ പാർട്ടി അധികാരത്തിൽ വന്നത് 2016. ആ ഭരണമാറ്റം അബ്കാരികൾക്ക് വേണ്ടി തന്നെയായിരുന്നു. കാരണം 2016 അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ 29 ബാറുകൾ മാത്രമല്ലേ ഉണ്ടായിരുന്നത്, ബാക്കിയൊക്കെ ഉമ്മൻചാണ്ടി അടപ്പിച്ചതായിരുന്നുവല്ലോ. എന്നതിപ്പോൾ 814 എണ്ണമുണ്ട്. കഴിഞ്ഞ് മാർച്ച് വരെ 28 ഇരട്ടിയിലേറെ. 7 കൊല്ലം കൊണ്ട് ശരാശരി 116 ബാറുകൾ വീതം. താങ്കളുടെ സർക്കാർ കേരളത്തിൽ എന്താണ് പറഞ്ഞത്? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മദ്യത്തിൻ്റെ ലഭ്യതയും ഉപയോഗവും കുറച്ചു കൊണ്ടുവന്ന് ഒരു ലഹരിമുക്ത കേരളം ഉണ്ടാക്കുമെന്ന്. അറിയുമോ താങ്കൾ? കേരളത്തിൽ അന്നുള്ളതിൻ്റെ അത്ര ഇരട്ടി എന്ന് പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ മാത്രം ഒരു ബാർ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 26 സർ, 25 ഇരട്ടി. എന്നിട്ടും താങ്കളുടെ സർക്കാരിൻ്റെ മുൻകൈയിൽ വിമുക്തി പരിപാടി എന്തൊരു ചതിയും. താങ്കളുടെ പാർട്ടിയുടെ തന്നെ മുൻകൈയിൽ ലഹരി വിരുദ്ധ മനുഷ്യ ചങ്ങലയും നടത്തുന്നു. പോരാ, താങ്കൾ അതിൻ്റെ ബ്രാൻഡ് അംബാസഡറുമാകുന്നു. ഈ ബാറുകൾ ഇത്രയും വർദ്ധിച്ചതിന് താങ്കളുടെ പങ്കാണ് ഇവിടെ ചർച്ചാ വിഷയം. താങ്കൾ ഒരേ ഒരു വ്യക്തി ചെയ്ത കൊടും ക്രൂരതയുടെ ഫലമാണ് കേരളം ഇന്ന് മദ്യത്തിലും മറ്റ് ലഹരിയിലും മുങ്ങുന്നത് എന്നാണ് ഞാൻ സമർത്ഥിക്കാൻ പോകുന്നത്. ഞങ്ങൾ പാവപ്പെട്ട മദ്യനിരോധന സമിതി പ്രവർത്തകർ അച്യുതാനന്ദൻ അവർ ഭരിക്കുമ്പോൾ മലപ്പുറം കലക്ട്രേറ്റ് ഗേറ്റിൽ നടത്തിയ 953 ദിവസ സമരത്തിൽ ഒരു ദിവസം താങ്കളും വന്നതാണല്ലോ. രാജീവ് ഗാന്ധിയുടെ സ്വപ്നമായിരുന്ന പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കിയത് കരുണാകരൻ സർക്കാരായിരുന്നു. അന്നത്തെ പഞ്ചായത്ത് മന്ത്രി CT അഹമ്മദ് അവർ, പിണറായി സർക്കാരിലെ താങ്കൾ എന്ന പോലെ. ആ പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങളിലെ 232 447 വകുപ്പുകൾ ഓരോ പ്രദേശത്തും അബ്കാരി സ്ഥാപനങ്ങൾ നിരോധിക്കാൻ ജനങ്ങൾക്ക് അധികാരം നൽകിയിരുന്നു. അതനുസരിച്ച് പിന്നീട് ബാറുകളും ഷാപ്പുകളും കള്ളുഷാപ്പുകളും തടയാൻ അതത് പ്രദേശത്തെ അഭിമാനബോധമുള്ള ജനങ്ങൾ മുന്നോട്ട് വന്നു. പക്ഷേ പിന്നീട് അധികാരത്തിൽ വന്ന നായനാർ സർക്കാർ മദ്യമുതലാളികൾക്ക് വേണ്ടി ആ നിയമങ്ങൾ അട്ടിമറിച്ചു 99 മാർച്ച് 24 അസംബ്ലിയിലെ ഭൂരിപക്ഷത്തിൻ്റെ ബലത്തിൽ. തുടർന്ന് ഞങ്ങൾ 8-9 കൊല്ലം വളരെ ക്ലേശങ്ങൾ സഹിച്ച് 2 മുന്നണി സർക്കാരുകൾക്ക് മുമ്പിലും ഒരുപാട് സമരങ്ങൾ നടത്തി. ഫലം കണ്ടില്ല. ഒടുവിൽ 2008 മെയ് 1 മൻമോഹൻജിയുടെ ജന്മദിനത്തിൽ, ലോക തൊഴിലാളി ദിനത്തിൽ തിരുവനന്തപുരത്തും കണ്ണൂർ ആരംഭിച്ച അനിശ്ചിതകാല സമരമാണ് സർ ആ ആഗസ്റ്റ് 21 മലപ്പുറത്തെത്തിയത്. അച്യുതാനന്ദൻ അവർ ഞങ്ങളുടെ സമരത്തെ പരിഗണിക്കാൻ മനസ്സ് കാണിച്ചെങ്കിലും പാർട്ടി അത് അനുവദിച്ചില്ല. എന്നാലും അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് മനസ്സിൽ ആ സമരമുണ്ടായിരുന്നു. അഡ്വക്കേറ്റ് സുജാത വർമ്മ, ഖദീജ നർഗീസ്, ഇയച്ചേരി പത്മിനി എന്നിവരുടെ നേതൃത്വത്തിലുള്ള മദ്യവിരുദ്ധ മഹിളാവേദി 10,000 സ്ത്രീകളുടെ ഒപ്പുള്ള ഒരു ഭീമഹർജി അദ്ദേഹത്തിന് സമർപ്പിച്ചിരുന്നു. പിന്നീട് ഞങ്ങളുടെ ഒരു ജാഥാവേളയിൽ ശ്വേതകുമാരിയുമൊത്ത് അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ കിട്ടിയ മറുപടിയിൽ
ഞങ്ങൾക്ക് അഭിമാനം തോന്നി. മഹിളാവേദി സമർപ്പിച്ച ഭീമഹർജിയുടെ വൻ ഭാണ്ഡങ്ങൾ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, VS പറഞ്ഞു, ഈ ഒപ്പുകൾ എനിക്ക് ധാർമ്മികമായി തലവേദന ഉണ്ടാക്കുന്നു ടീച്ചറെ. എങ്കിൽ അവരുടെ ആവശ്യം അംഗീകരിച്ച് അതങ്ങ് അനുവദിച്ചു കൊടുത്തുകൂടെ എന്ന് സുഗതകുമാരി ചോദിച്ചപ്പോൾ അതെൻ്റെ പരിഗണനയിൽ ഉണ്ടെന്ന് അദ്ദേഹം പ്രതിവചിച്ചു. ഞങ്ങൾ സന്തോഷത്തോടെ മടങ്ങി. അധിക കമ്മ്യൂണിസ്റ്റുകാരും VSനെ പോലെ ആകാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. ജാഥയിലുടനീളം ഈ കാര്യം ഞങ്ങൾ പരാമർശിച്ചു. പക്ഷേ ജാഥ കാസർകോട്ട് എത്തിയപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. PM സുധീരൻ അവർകളും PK കുഞ്ഞാലിക്കുട്ടി അവർകളും ഞങ്ങൾക്ക് നേരത്തെ ഉറപ്പ് തന്നതാണ് 2011 തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചാൽ ഞങ്ങളുടെ സമര ആവശ്യം അംഗീകരിക്കുമെന്നും ഞങ്ങൾ പറഞ്ഞ കാര്യം നടപ്പിലാക്കുമെന്നും അത് പ്രകടനപത്രികയിൽ ചേർക്കുമെന്നും. അങ്ങനെയാണ് സർ 953 ദിവസം ഞങ്ങൾ മലപ്പുറം സമരം അവസാനിപ്പിച്ചത്. 2011 മാർച്ച് 28. UDF ജയിച്ചിട്ടും ഉറപ്പ് തന്ന മദ്യനിരോധന അധികാരം തരാൻ മുന്നണിക്കായില്ല. PM സുധീരൻ KPC പ്രസിഡന്റ്, PK കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രി. ഞങ്ങൾ ഉമ്മൻചാണ്ടിക്ക് മുമ്പിൽ 114 ദിവസം പിന്നെയും സത്യാഗ്രഹം നടത്തി. നിങ്ങളൊക്കെ പറയുന്നല്ലോ LDF വരുമ്പോഴേ സമരമുള്ളൂ. അല്ല, ഉമ്മൻചാണ്ടിക്ക് മുമ്പിൽ 114 ദിവസം സമരം നടത്തി. അങ്ങനെയാണ് 2012 ഒക്ടോബർ ഒടുവിൽ പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെ മദ്യനിരോധന അധികാരം ഉമ്മൻചാണ്ടി സർക്കാർ പുനഃസ്ഥാപിച്ചു തന്നത്. MP ET മുഹമ്മദ് ബഷീർ അവർകളും അതിന് കാര്യമായി തന്നെ സഹായങ്ങൾ ചെയ്തു. ഈ അധികാരം കിട്ടുന്നതിന് മുമ്പേ തന്നെ നായനാർ സർക്കാർ അട്ടിമറിച്ച വകുപ്പുകൾക്കുള്ളിൽ D&O ലൈസൻസിങ് എന്നൊരു റൂൾ ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അതും താങ്കളാണ് അട്ടിമറിച്ചത്. തദ്ദേശ ഭരണകൂടങ്ങളിൽ ലൈസൻസ് ഉണ്ടെങ്കിലേ ഏതൊരു പ്രദേശത്തും മദ്യഷാപ്പുകൾ തുടങ്ങാൻ കഴിയൂ എന്നതായിരുന്നു ആ റൂൾ. അച്യുതാനന്ദൻ ഭരിക്കുമ്പോൾ തന്നെ ഈ റൂളിൻ്റെ ബലം ഞങ്ങൾ കണ്ടെത്തുകയും മലപ്പുറത്ത് ആയിരക്കണക്കിന് ലഘുലേഖകളിലൂടെ ഈ കാര്യം ജനങ്ങളെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന് പ്രകാരമാണ് ഉമ്മർ ഒട്ടുമ്പൽ എന്ന STU നേതാവ് പരപ്പനങ്ങാടി പ്രദേശത്ത് 4 മദ്യഷാപ്പുകൾ അടപ്പിച്ചത്. ഇന്ന് ചാനൽ ചർച്ചയിൽ നിറഞ്ഞു നിൽക്കുന്ന അന്നത്തെ താങ്കളുടെ സുഹൃത്ത് ഷാജഹാനാണ് D&O ലൈസൻസിങ്ങിനെ പറ്റി അന്ന് അച്യുതാനന്ദൻ്റെ ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് വിവരം തന്നത്. താങ്കളുടെ അടുത്തുള്ള കണ്ടനകം ബസ് സ്റ്റോപ്പ് പരിസരത്തെ സർക്കാർ മദ്യഷാപ്പിനെതിരെ നാട്ടുകാർ പ്രശ്നമുണ്ടാക്കി. അതിന് D&O ലൈസൻസ് ഇല്ലായിരുന്നു. സമരക്കാരെ തോൽപ്പിക്കാനും മദ്യഷാപ്പ് നിലനിർത്താനും അബ്കാരികളെ സഹായിക്കാനും വേണ്ടി പൊതുവെ പരമാവധി ജനങ്ങളെ കുടിപ്പിക്കാനുമായി D&O ലൈസൻസിൻ്റെ അധികാരം താങ്കൾ ഇടപെട്ട് റദ്ദാക്കി. എന്താണ് സത്യം? ഈ അധികാരം റദ്ദു ചെയ്യാൻ മുൻ പഞ്ചായത്ത് മന്ത്രി പാലോളിയുടെ ഓഫീസിൽ നിന്ന് ഒരു കളി നടന്നിരുന്നു. ഞങ്ങൾ സമരം നടത്തുമ്പോൾ 953 ദിവസം മലപ്പുറം സമരകാലത്ത് ഞങ്ങൾ ഇടപെട്ടത് പാലോളിയെ കൊണ്ട് തന്നെ മാറ്റിച്ചതാണ്. പൊന്നാനിയിൽ അന്നൊരു ബാർ കൊണ്ടുവരാൻ അബ്കാരികൾ കളിച്ച കളിയായിരുന്നു അതിൻ്റെ പിന്നിൽ. പക്ഷേ 10,000 പൊന്നാനിക്കാർ പാലോളിക്ക് ഒരു ഭീമഹർജി സമർപ്പിച്ചത്. അതിനെ മാനിച്ചാണ് അദ്ദേഹം ആ നടപടി പിൻവലിച്ചത്. എന്നാലും മദ്യനിരോധന സമിതി പ്രവർത്തകരെയും നേരിട്ടും മദ്യവിരുദ്ധ കേരളത്തെ പരോക്ഷമായി വഞ്ചിച്ചുകൊണ്ടാണ് താങ്കൾ D&O ലൈസൻസ് അധികാരം റദ്ദു ചെയ്തത്. ആ കഥ പറയട്ടെ. കണ്ടനകത്തെ ബീവറേജസ് ഔട്ട്ലെറ്റിനെതിരെയുള്ള സമരക്കാർ ഞങ്ങളുടെ സംസ്ഥാന ഭാരവാഹിയായ ഖദീജ ടീച്ചറുടെ നേതൃത്വത്തിൽ താങ്കൾക്കൊരു നിവേദനം തന്നു. അന്ന് താങ്കൾ പറഞ്ഞു, D&O ലൈസൻസിൻ്റെ ബലത്തിലല്ലേ നിങ്ങൾ ഈ സമരം ചെയ്യുന്നത്, അത് ഞങ്ങൾ റദ്ദു ചെയ്യാൻ പോവുകയാണ്. ടീച്ചർ ഉടനെ എന്നെ വിളിച്ചു. ഞാൻ ഉടൻ തന്നെ താങ്കളെ കാണാൻ വീട്ടിൽ വന്നു. നല്ല രീതിയിൽ തന്നെ താങ്കൾ എന്നെ പരിഗണിച്ചു. വന്ന കാര്യം അന്വേഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് പണ്ട് എനിക്ക് തന്ന വരം കിട്ടാൻ എന്നായിരുന്നു. എന്ത് വരമെന്ന് ചോദിച്ചപ്പോൾ കൈകേയി ദശരഥനോട് പറഞ്ഞ പോലെ ഞാൻ സന്ദർഭം വിശദീകരിച്ച് ആശയം വ്യക്തമാക്കി. 2016 ജൂലൈ 18 എന്നാണ് എൻ്റെ ഓർമ്മ. മാറഞ്ചേരി ഞങ്ങളുണ്ട് കൂടെ എന്ന വാട്സപ്പ് കൂട്ടായ്മ പരിപാടി. സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടകൻ, താങ്കൾ മന്ത്രി മുഖ്യ അതിഥി, ഞാൻ മുഖ്യപ്രസംഗകൻ, 500-ലേറെ ആളുകൾ. ഞാൻ കൃത്യസമയത്തെത്തി. താങ്കളൊക്കെ വൈകുമെന്നറിഞ്ഞു. എൻ്റെ മുഖ്യപ്രഭാഷണം തുടങ്ങി തീരാറാകും മുമ്പ് താങ്കളും സ്പീക്കറും വന്നു. ഇനി ഞാൻ തുടരുന്നില്ല, നമ്മുടെ മുഖ്യ അതിഥികൾ വന്നതിനാൽ നിർത്തുന്നു എന്ന് പറഞ്ഞ് ഞാൻ നാട്ടുകാർക്ക് നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കളോട് ഒരു അഭ്യർത്ഥന നടത്താനുണ്ട് എന്ന ആമുഖത്തോടെ എൻ്റെ ആവശ്യം ഉണർത്തിച്ചു. ഓർമ്മയുണ്ടല്ലോ? ബഹുമാനപ്പെട്ട സ്പീക്കർ, ബഹുമാനപ്പെട്ട മന്ത്രി, ഞങ്ങൾ മദ്യനിരോധന സമിതി വളരെ കഷ്ടപ്പെട്ട് മലപ്പുറം സമരത്തിലൂടെ നേടിയെടുത്ത ഉമ്മൻചാണ്ടി സർക്കാർ നാടിന് നൽകിയ പ്രാദേശിക മദ്യനിരോധന അധികാരം പിണറായി സർക്കാർ അട്ടിമറിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അത് ചെയ്യരുതേ. താങ്കൾ ഉടൻ തന്നെ എന്നോട് മൈക്ക് വാങ്ങി നിങ്ങൾ 2 പേർക്കും കൂടി
ഒരേ സ്വരം നിങ്ങൾ രണ്ടുപേരും കൂടി ഒരേ സ്വരത്തിലാണ് നാട്ടുകാരോട് പറഞ്ഞത്, ഇല്ല യെച്ചേരി മാഷേ, അതൊരിക്കലും ഉണ്ടാവില്ല, നിങ്ങളുടെയൊക്കെ കഷ്ടപ്പാട് ഞങ്ങളൊക്കെ അറിയില്ലേ എന്ന്. സദസ്സ് ഹർഷാരവം മുഴക്കി. ഞാൻ ഉടൻ റാഹത്തായി റബ്ബേ അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ എന്ന് കൂട്ടിച്ചേർത്തു. വീട്ടിൽ നിന്ന് ഇത്രയും വിശദീകരിച്ചപ്പോൾ താങ്കൾ എന്നോട് പറഞ്ഞു, ശരി, അതുണ്ടാവില്ല മാഷേ. ഞാൻ പത്രത്തിൽ കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ, നിൽക്കട്ടെ, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു. താങ്കൾ മാന്യമായി തന്നെ എന്നെ തിരിച്ചയച്ചു. താങ്കൾ വിളിച്ചില്ല. 2 ദിവസം കഴിഞ്ഞ് ഞാൻ വിളിച്ചു. ഞാൻ നാളെ വിളിക്കാമെന്ന് പറഞ്ഞ് താങ്കൾ ഫോൺ വെച്ചു. അവിടുത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ്റെ നമ്പർ ഞാൻ നേരത്തെ വാങ്ങിയിരുന്നു. പിന്നെ താങ്കളെ വിളിച്ചപ്പോൾ എടുത്തില്ല. പോലീസുകാരനോട് വിളിപ്പിച്ചപ്പോൾ അയാൾ മന്ത്രി അങ്ങോട്ട് വിളിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് താങ്കളോ പോലീസുകാരനോ വിളിച്ചില്ല. അശ്വമേധയാഗത്തിൽ യാഗാശ്വവുമായി കുതിക്കുന്ന അർജുനന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവശേഷിച്ചവരിൽ ഏക സഹോദരിയായ ദുശ്ശള, ഏട്ടാ, ഈ കുഞ്ഞിനെയെങ്കിലും ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞ് കരഞ്ഞ രംഗം താങ്കളും വായിച്ചതല്ലേ? അങ്ങനെയായിരുന്നു സാർ പരലക്ഷം സഹോദരിമാർക്ക് വേണ്ടി അന്ന് ഞങ്ങൾ താങ്കളോട് അപേക്ഷിച്ചത്. ഈ ഡിയാൻഡോ ലൈസൻസ് എങ്കിലും തകർക്കരുതേ എന്ന്. താങ്കൾ അതും അട്ടിമറിച്ചു. മദ്യം വ്യാപകമാക്കി അബ്കാരി വായിച്ച് ശക്തിപ്പെടുത്താൻ. പിന്നീടാണ് 2017 റംസാൻ കാലത്ത് മറ്റൊരു വൻചതി താങ്കളിലൂടെ LDF നടത്തിയത്. തദ്ദേശ ഭരണകൂടങ്ങളുടെ മദ്യനിരോധന അധികാരം പൂർണ്ണമായും അട്ടിമറിച്ചു ഒരു ഓർഡിനൻസിലൂടെ. നിയമസഭയിൽ ബില്ല് കൊണ്ടുവന്ന് പാസാക്കി നിയമമാക്കാൻ താമസം വരുമെന്നതിനാലാണല്ലോ അടിയന്തര നിയമകൽപ്പന എന്ന നിലയിൽ ഓർഡിനൻസ് കൊണ്ടുവരാൻ ഇത്ര ധൃതിപ്പെട്ടത്. അറിയാം സാർ, തിരുവനന്തപുരത്തെ ആബ്കാരി രാജാക്കന്മാരുടെ ചക്രവർത്തി പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി താങ്കളും പാർട്ടിയും. അന്നത്തെ പാർട്ടി സെക്രട്ടറി കൊടിയേരി ആയിരുന്നല്ലോ. ഞങ്ങൾക്ക് തന്ന ഉറപ്പ് പാലിച്ചില്ല. അതിനിയും വൈകിയാൽ ഞങ്ങൾ പത്രസമ്മേളനം നടത്തി ലോകത്തോട് വിഷയം വിളിച്ചു പറയുമെന്ന്. എന്തായിരുന്നു സാർ ആ ഉറപ്പ്? തദ്ദേശ ഭരണകൂടങ്ങൾക്കുണ്ടായിരുന്ന മദ്യനിരോധന അധികാരം റദ്ദ് ചെയ്യുമെന്ന് തന്നെയായിരുന്നില്ലേ? അയാളുടെ ഭീഷണിക്ക് മുമ്പിൽ എന്തിന് താങ്കളും പാർട്ടിയും വിറച്ചുപോയി? കാരണം അയാളിലൂടെ ആയിരുന്നല്ലോ ഇന്ന് വാസവദത്തയെ പോലെ മരണം കാത്തു കിടക്കുന്ന ഒരു സ്ത്രീയെ വിലക്കെടുത്ത് ഉമ്മൻചാണ്ടിയെ തകർക്കാനുള്ള രംഗഭാഷ എഴുതി കൊടുത്തതും ആ അഭിനയം കൊഴിപ്പിച്ചതും. താങ്കൾ ഓർഡിനൻസ് കൊണ്ടുവന്ന് ഒപ്പിടാതിരിക്കാൻ ഞങ്ങൾ നിവേദനവുമായി ഗവർണറെ ചെന്ന് കണ്ടു. മതിയായ കാരണങ്ങളില്ലാതെ സർക്കാരിൻ്റെ ഓർഡിനൻസിൽ ഒപ്പിടാതിരിക്കാനാകില്ല എന്ന് അന്നത്തെ ഗവർണർ വിശദീകരിച്ചു. അന്നത്തെ ഗവർണർ ഇന്നത്തെ ഗവർണർ ആയിരുന്നല്ലോ. നാട്ടിൽ വന്ന് ഞങ്ങൾ മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ പേരിൽ മലപ്പുറം ജില്ലയിൽ 30 ദിവസം വാഹനജാഥ നടത്തി. മദ്യനിരോധന സമിതി പ്രസിഡന്റ് ഫാദർ വർഗീസ് മുഴുത്തേറ്റും ജനറൽ സെക്രട്ടറി ഞാനും മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മജീദ് മാടമ്പാട്ടുമായിരുന്നു നേതൃത്വം. ഓർഡിനൻസ് നിയമമാക്കരുതെന്ന് സർക്കാരിനോട് അപേക്ഷിക്കുന്ന 1 ലക്ഷം മലപ്പുറംകാരുടെ ഒപ്പുള്ള ഭീമഹർജി സർക്കാരിന് സമർപ്പിക്കലായിരുന്നു ഉദ്ദേശ്യം. 46,000 ഒപ്പേ കിട്ടിയുള്ളൂ. കനത്ത സാമ്പത്തിക ഭാരവും വന്നു. നിവേദനവുമായി താങ്കളുടെ വീട്ടിൽ വന്നപ്പോൾ തിരുവനന്തപുരത്ത് ഓഫീസിൽ തന്നാൽ മതി എന്ന് താങ്കൾ പറഞ്ഞു. നിഷ്കരുണം നിവേദക സംഘത്തെ മടക്കി. നോക്കണം, ഡിയാൻഡോ ലൈസൻസ് അട്ടിമറിക്കരുതെന്ന് 10,000 പേരുടെ ഒപ്പുള്ള ഭീമഹർജി സ്വീകരിച്ച് ആ ആവശ്യം അംഗീകരിച്ച പാലോളി എവിടെ? 46,000 പേരുടെ ഒപ്പ് നിരാകരിച്ച് നിവേദക സംഘത്തെ തിരിച്ചയച്ച താങ്കൾ എവിടെ? അതും പൊന്നാനിയിൽ ഒരു പൊതുയോഗ പരിപാടിയിൽ വരുമ്പോൾ റോട്ട് വക്കത്ത് വെച്ചാണ് ഐലിക്കാട് ഉസ്താദ് ഞങ്ങൾക്ക് വേണ്ടി പാലോളിക്ക് ആ നിവേദനം നൽകിയത്. ഈ കൊടുംചതികളെല്ലാം താങ്കൾ മറന്നു കാണും, പാവം പൊതുജനങ്ങളും. എന്നാൽ കരളിനേറ്റ കടുത്ത മുറിവ് മദ്യവിരുദ്ധ കേരളവും അതിൻ്റെ നേതാക്കളായ ഞങ്ങളും മറക്കില്ല സാർ. കാരണം വളരെ വലിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ ചെറിയ നേതാവാണ് താങ്കൾ. വളരെ വലിയൊരു തിന്മയെ ചെറുക്കുന്ന വളരെ ചെറിയൊരു പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളാണ് ഞങ്ങൾ. നീതി നിനക്കെതിരായാലും നീ നീതിയുടെ ഭാഗത്ത് നിലക്കൊള്ളുക എന്ന മഹാവാക്യം പഠിച്ചൊരു നേതാവാണല്ലോ താങ്കൾ. ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിന് വേണ്ടി കൈക്കൊണ്ട മദ്യനയത്തിലൂടെ കേരളത്തിന് കിട്ടിയ നീതി താങ്കൾക്കും പാർട്ടിക്കും എതിരായിരുന്നാലും താങ്കൾ ആ നീതിയുടെ കൂടെ നിൽക്കേണ്ടവനായിരുന്നു. താങ്കൾ നിന്നില്ല. മാത്രമല്ല, പദവി ഉപയോഗിച്ച് താങ്കൾ പാർട്ടിക്ക് വേണ്ടി അനീതി പ്രവർത്തിക്കുകയും ചെയ്യും. താങ്കളുടെ പാർട്ടിയും മുന്നണിയും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലൂടെ വോട്ടർമാരെ വഞ്ചിച്ചു. 2016-ലും 2021-ലും താങ്കളുടെ മുന്നണി പ്രകടന പത്രികയിൽ പറഞ്ഞത് ഞാൻ മുന്നേ പറഞ്ഞ മദ്യത്തിൻ്റെ ഉപയോഗവും ലഭ്യതയും കുറച്ചു കൊണ്ടുവന്ന് കേരളത്തെ ലഹരി മുക്തമാക്കുമെന്നായിരുന്നു. പ്രകടന പത്രികകളിൽ 2016-ൽ 552-ാം ഖണ്ഡികയിലും 2021-ൽ 883-ാം ഖണ്ഡികയിലുമായിരുന്നു ഈ വാഗ്ദാനം. സർ, പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നവർ വോട്ടർമാർക്ക് മുമ്പിൽ വെക്കുന്ന ഒരു വാഗ്ദാന രേഖയല്ലേ? അധികാരം കിട്ടിയാൽ പിന്നെ അതിനെ മറക്കുന്ന ഭരണാധികാരികൾ
പാവപ്പെട്ട ഒരു പെണ്ണിനെ വ്യാമോഹ വല വീശി പാട്ടിലാക്കി കാര്യം കഴിഞ്ഞപ്പോൾ വലിച്ചെറിയുന്ന വിടനായ കാമുകനേക്കാൾ നികൃഷ്ടരാണെന്ന് പറയുന്നതല്ലേ ശരി? നിനക്ക് ജീവിത ചെലവിന് വല്ലതും തന്നേക്കാം പെണ്ണെ എന്ന് പറയും പോലെ ഒരു കിറ്റും മറ്റു ചില്ലറ ആനുകൂല്യങ്ങളും. 29 ബാറുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്തിപ്പോൾ 814 ബാറുകൾ തുറന്നാൽ എങ്ങനെയാണ് സർ ലഭ്യത കുറയുക? മദ്യത്തിൻ്റെ ഉപയോഗം കുറഞ്ഞതാകണമെങ്കിൽ പിന്നെയും ബാറുകൾ തുറക്കുന്നത് എന്തിനാണ്? ആർക്ക് വേണ്ടിയാണ്? ഉപയോഗം കുറയ്ക്കാനാണോ? ഇപ്പോൾ താങ്കളുടെ പാർട്ടിയും സർക്കാരും ചെയ്യുന്ന, താങ്കളൊക്കെ കൂട്ടു നിൽക്കുന്ന ഒരു ചതിയാണ് മദ്യം ലഹരിയല്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് മദ്യം എന്ന വിഷയം മാറ്റി നിർത്തിക്കൊണ്ട് നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണവും കലാപരിപാടികളും മാരത്തൺ ഓട്ടവും ഇമാതിരി ചങ്ങല പിടുത്തവുമൊക്കെ. സർ, നമ്മുടെ സമൂഹത്തിൽ അടിപിടി ലഹളകൾ, തൊഴിൽ കൊലപാതകങ്ങൾ, തൊഴിൽ രംഗത്തെ അനാശാസ്യതകൾ, സംഘട്ടനങ്ങൾ, ദാമ്പത്യ ശൈഥില്യങ്ങൾ, വിവിധ വിവാഹമോചനങ്ങൾ, അതിപ്രമാദങ്ങളായ സ്ത്രീ പീഡനങ്ങൾ, അകാല മരണങ്ങൾ, അകാല വൈധവ്യങ്ങൾ, വാഹനാപകടങ്ങൾ, പിന്നെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ആൾക്കൂട്ട വിചാരണയും കൊലപാതകവും എന്നിവയിൽ സിംഹഭാഗവും ഉണ്ടായത് മദ്യം നിമിത്തമല്ലേ? അല്ല. മയക്കുമരുന്നുകളും ഇപ്പോഴത്തെ MDMA-യും താങ്കളൊക്കെ പറയുന്ന മറ്റ് ലഹരികളും കൊണ്ടാണോ? സർ, മദ്യം തന്നെയാണ് ലഹരികളിൽ ഭീകരമെന്ന് ലോകാരോഗ്യ സംഘടന WHO കണ്ടെത്തിയ ഒരു ഗവേഷണ ഫലം ഞാൻ താങ്കളെ അറിയിക്കട്ടെ. അവരുടെ സ്കോർ റേറ്റിൻ്റെ ഒരു ഗ്രാഫും ഞാൻ ഇതോടൊപ്പം അയക്കാം. ഓരോ ലഹരി പദാർത്ഥവും വരുത്തുന്ന അപകടങ്ങൾക്ക് അവർ സ്കോർ ഇട്ടിരിക്കുന്നു. മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നവരിലും ബന്ധപ്പെട്ടവരിലും വരുത്തുന്ന ആരോഗ്യ സാമ്പത്തിക മേഖല ഉൾപ്പെടെയുള്ള ആഘാതങ്ങളെക്കുറിച്ചാണ് പഠനം. സ്കോറിങ്ങിന് ആൽക്കഹോളിൻ്റെ സ്കോർ 72, ഹെറോയിൻ 55, ക്രാക്ക് കൊക്കൈൻ 54, മെറ്റ ആഫെറ്റാമിൻ 33, സാദാ കൊക്കൈൻ 27, പുകയില 26, കഞ്ചാവ് 23. ഇങ്ങനെ കീഴോട്ടാണ് സർ ആ സ്കോർ പോകുന്നത്. എന്നിട്ടും വിമുക്തി പരിപാടിക്കാരും ചങ്ങലക്കാരും പാർട്ടിയുമൊക്കെ മദ്യത്തിൻ്റെ കാര്യം വിട്ടുകളയുന്നു. മാത്രവുമല്ല, മദ്യം ആരോഗ്യത്തിന് നല്ലതാണ്, ആഹാരത്തിൻ്റെ ഭാഗമാക്കണമെന്നുമൊക്കെ പാർട്ടി നേതാക്കന്മാർ വരെ പറഞ്ഞു പോകും. ഇപ്പോൾ മുഖ്യമന്ത്രി പോലും മദ്യത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായി. താങ്കൾ ലഹരി വിരുദ്ധ ചങ്ങലയുടെയും. മാത്രവുമല്ല സർ, സമൂഹത്തിൽ ആരും തന്നെ ലഹരി ശീലിക്കുന്നത് മദ്യപാനത്തിലൂടെയോ പുകയില മുറുക്കിലൂടെയോ തന്നെയാണ്. മദ്യമല്ല ലഹരി എന്ന് വരുത്തി തീർത്ത് ലഹരി വിരുദ്ധ പരിപാടികൾ സംഘടിപ്പിക്കുന്ന താങ്കളുടെ പാർട്ടി സർക്കാരിൽ മന്ത്രിസഭയിൽ കേരളത്തിനകത്തും പുറത്തും വൻ തോക്കായ ഒരു സിഗരറ്റ് വ്യാപാരി ഉണ്ടെന്നറിയാമല്ലോ. സത്യസന്ധമാകണം താങ്കളുടെയൊക്കെ ചങ്ങലയും കോട്ടയും എല്ലാമെങ്കിൽ ഒന്നുകിൽ അയാളെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം, അല്ലെങ്കിൽ അയാളെ സിഗരറ്റ് വിതരണം അവസാനിപ്പിക്കണം. സർ, സർവനാശകാരിയായ ഭീകര ലഹരിയുമായ മദ്യം വ്യാപിപ്പിക്കാൻ ആവുന്നതൊക്കെ ചെയ്ത താങ്കളും പരമാവധി ചെയ്തുകൊണ്ടിരിക്കുന്ന സർക്കാരും നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ വെറും തട്ടിപ്പും വഞ്ചനയുമാണെന്ന് എങ്ങനെ പറയാതിരിക്കും? നീ അനുസരിക്കാത്തത് എന്ന് വെച്ചാൽ നീ ചെയ്യാത്തത് നീ പറഞ്ഞു നടക്കരുത് എന്ന് അള്ളാഹുവിൻ്റെ കോപത്തിനിടയാക്കുമത് എന്നും ഖുർആൻ 61 അധ്യായം അസ്സഫ് കൽപ്പിക്കുന്ന താക്കീതെങ്കിലും താങ്കൾ വിലവെക്കേണ്ടതായിരുന്നു ഈശ്വര വിശ്വാസിയാണെങ്കിൽ. പക്ഷേ താങ്കൾക്ക് ഈശ്വര വിശ്വാസിയാകാൻ പറ്റില്ല. അടിയുറച്ച വർഗബോധമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഈശ്വര വിശ്വാസിയാകാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ഒന്നുകിൽ അടിയുറച്ച ഈശ്വര വിശ്വാസിയാണെങ്കിൽ താങ്കൾ വ്യാജ കമ്മ്യൂണിസ്റ്റ്, അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ താങ്കൾ വ്യാജ ഈശ്വര വിശ്വാസി. അതുപോട്ടെ, കുഞ്ഞുങ്ങൾ മുതൽ മദ്യം ഉൾപ്പെടെയുള്ള ലഹരികളിൽ മുങ്ങുകയാണ്, അല്ല ഭരണകൂടം മുക്കുകയാണ്. എപ്പോഴെങ്കിലും ഒരു ചങ്ങലയോ എക്സൈസുകാരുടെ ഒരു നട്ടുച്ചയ്ക്കുള്ള നാടകമോ പോലീസിൻ്റെ ഒരു ക്ലാസ്സോ കൊണ്ട് എത്ര കുട്ടികൾ രക്ഷപ്പെടുമെന്നാണ് കണക്കുകൂട്ടൽ. ഇളം തലമുറ ലഹരിയിൽപ്പെടാതിരിക്കാനുള്ള എളുപ്പമാർഗം പാഠപുസ്തകങ്ങൾ ലഹരി വിരുദ്ധ ഭാഗങ്ങൾ ഉൾപ്പെടുത്തുക തന്നെയാണ്. അങ്ങനെ ചെയ്യുമെന്ന് 16-ലും 21-ലും തെരഞ്ഞെടുപ്പ് പ്രകടനപത്രികയിൽ LDF ഉറപ്പ് നൽകിയിട്ടുണ്ട്. താങ്കൾ അറിഞ്ഞു കാണും, ഞങ്ങൾ വീണ്ടും മലപ്പുറത്തൊരു അനിശ്ചിതകാല സത്യാഗ്രഹത്തിലാണ്. അതിലൊരാവശ്യം ഇളം തലമുറ ലഹരിയിൽ വീഴാതിരിക്കാൻ പാഠപുസ്തകങ്ങൾ ലഹരി വിരുദ്ധ ഭാഗങ്ങൾ ചേർക്കണമെന്ന് തന്നെയാണ്. മറ്റൊരു പ്രധാന മുദ്രാവാക്യം പഴയത് തന്നെ. പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങളിലെ പ്രാദേശിക മദ്യ നിരോധന അധികാരം താങ്കൾ അട്ടിമറിച്ച അധികാരം ആ ജനാധികാര വകുപ്പുകൾ പുനഃസ്ഥാപിക്കണമെന്നുമാണ്. സമരം ഇത് എഴുതുന്ന ഇന്നേക്ക് 250 ദിവസം കഴിയും. 953 ദിവസം സമരത്തിൽ വേദിയിൽ വന്ന താങ്കൾ ലീഗിനെ കുത്തി പരിഹസിച്ചത് മറന്നിട്ടില്ല ഞാൻ. സമരം മലപ്പുറത്ത് വന്നത് നന്നായി മാഷേ, ഈ സമരത്തിന് ഉത്തരം മലപ്പുറത്ത് തന്നെ കിട്ടണം. കാരണം മലപ്പുറത്ത് നിന്നുള്ള പച്ചക്കൊടി കാട്ടിയതിനാലാണ് EMS മദ്യനിരോധനം എടുത്തു കളഞ്ഞതെന്നായിരുന്നു താങ്കൾ പറഞ്ഞത്.
സർ, ലീഗ് പൂർണ്ണമായും അതിന് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മലപ്പുറത്ത് താങ്കൾ ചെയ്ത മഹാപരാധം പരിഹരിക്കാനുള്ള എന്ത് പരിപാടിയാണ് താങ്കൾ ആലോചിക്കുന്നത്? ലീഗ് അത് വേണ്ടത് ചെയ്തുകൊണ്ടിരിക്കുന്നു. താങ്കൾക്ക് പശ്ചാത്താപം തോന്നുന്നുണ്ടോ? ഉമ്മൻചാണ്ടിയെ അവഹേളിച്ച് അപമാനിച്ച ദേശാഭിമാനിയിലെ മാധവൻകുട്ടിക്ക് തോന്നിയ പോലെ ഉണ്ടെങ്കിൽ നന്ന്, താങ്കൾ അങ്ങനെ ചെയ്യാം. യഥാർത്ഥത്തിൽ മദ്യം എല്ലാ തിന്മകളുടെയും പോറ്റമ്മയും പെറ്റമ്മയുമാണെന്നും മറ്റൊരിക്കൽ തിന്മകളുടെ താക്കോലാണ് മദ്യമെന്നും പറഞ്ഞ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് താങ്കളുടെ അധികാരം ഉപയോഗിച്ച് താങ്കൾ തള്ളിപ്പറഞ്ഞത്. അതാണ് കള്ള് ആരോഗ്യത്തിന് നല്ലതാണെന്ന് പ്രചരിപ്പിക്കുന്നു താങ്കളുടെ മുഖ്യമന്ത്രിയും പാർട്ടിക്കാരും ചെയ്യുന്നത്. തിന്മകളെ കൈകൊണ്ട് ചെറുക്കണമെന്ന് റസൂൽ പറഞ്ഞിരുന്നുവല്ലോ. പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിൽമാരിൽ ഭൂരിപക്ഷം അബ്കാരി സ്ഥാപനങ്ങൾക്കെതിരെ കൈയൊന്നുയർത്തിയാൽ കൈകൊണ്ട് ചെറുക്കലാണ്. അതത് പ്രദേശത്ത് മദ്യസ്ഥാപനങ്ങൾ വരില്ല. ആ കൈയാണ് ഡോക്ടർ താങ്കൾ വെട്ടിക്കളഞ്ഞത്. താങ്കളുടെ പാർട്ടിക്കാരായ തദ്ദേശ ഭരണകൂടങ്ങളിലെ മെമ്പർമാർക്ക് വരെ ധൈര്യം വരില്ല മദ്യശാലകൾക്ക് വേണ്ടി കൈവക്കാൻ. ജനങ്ങളെ പേടിക്കുന്നതിനാൽ തന്നെ അവർക്ക് ധൈര്യം നൽകാനാണ് മദ്യവിരുദ്ധരുടെ ആ അധികാര കൈ താങ്കൾ വെട്ടിക്കളഞ്ഞത്. അതുകൊണ്ട് താങ്കൾ പശ്ചാത്തപിക്കണം. ചെയ്ത തെറ്റിന് പരിഹാരം കാണണം. തൗബ ചെയ്യാൻ പറ്റിയ ഒരു മാസം കടന്നുപോയല്ലോ. താങ്കളും പാർട്ടിയിലെ സന്മാർഗികളും ചേർന്ന് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണം. മലപ്പുറത്ത് രണ്ടും കൽപ്പിച്ചുള്ള മദ്യനിരോധന സമരം പരിഗണിക്കാൻ. സമരം ശക്തമായി തന്നെ തുടരുന്നുണ്ട്. 8 മാസം കൊണ്ട് പണ്ടത്തെ 953 ദിവസത്തെ ഇത്രയും കാലത്തേക്കാൾ വലിയ പരിഗണനയാണ് സജ്ജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സന്മാർഗദർശകരായ ഒരുപാട് വ്യക്തികളും പ്രസ്ഥാനങ്ങളും സമരത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. പാഠപുസ്തകങ്ങളിൽ ലഹരി വിരുദ്ധ ഭാഗങ്ങൾ ചേർക്കണമെന്ന് ആവശ്യപ്പെടുന്ന മദ്യനിരോധന സമരത്തിന് ഐക്യദാർഢ്യം എന്ന ബാനറുമായി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ സമരവേദിയിലേക്ക് വരാൻ ഒരുങ്ങുകയാണ്. പണ്ടത്തെ സമരത്തെ അപേക്ഷിച്ച് സാമൂഹ്യ മാധ്യമങ്ങളുടെ സാധ്യത ഒരു അനുഗ്രഹമായിട്ടുണ്ട്. സജ്ജനങ്ങളിൽ പലരും തന്നെ സത്യാഗ്രഹ വാർത്തകൾ അവരവരുടെ ഗ്രൂപ്പുകളിൽ നിത്യേന സംപ്രേഷണം ചെയ്യുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിലെ പ്രയാസം വരുന്നുള്ളൂ. അതും സന്തുഷ്ട ഹൃദയങ്ങൾ സജ്ജനങ്ങൾ സമർപ്പിക്കുമെന്നറിയാം. അതുകൊണ്ട് താങ്കൾ ഇനി പാർട്ടിക്കാരുടെ ലഹരി വിരുദ്ധ തട്ടിപ്പ് പരിപാടികളിൽ ഇടപെടാതെ ചെയ്തുപോയ തെറ്റിന് പ്രായശ്ചിത്തമായി ഈ അനിശ്ചിതകാല മദ്യനിരോധന മലപ്പുറം സത്യാഗ്രഹത്തെ സഹായിക്കണം എന്ന അഭ്യർത്ഥനയോടെ എൻ്റെ വാചിക കത്ത് ഞാൻ അവസാനിപ്പിക്കട്ടെ. കൂട്ടത്തിൽ ഒന്നുകൂടി പറയുന്നു, ഈ കാര്യം കവിലക്കാട്ട് വെച്ച് പ്രസംഗിക്കാൻ ഞാൻ തുടങ്ങുമ്പോൾ താങ്കളുടെ ചെങ്കട് കെട്ടിയ ഒരു മൈക്ക് പിടിപ്പിച്ച വാഹനക്കാരൻ അതിൻ്റെ അടുത്തിട്ട് ഗംഭീര പാട്ട് വെച്ചു, ഞങ്ങളെ പ്രസംഗാരും കേൾക്കാതിരിക്കാൻ. എൻ്റെ പ്രസംഗം ഇന്നലെ കേട്ടെങ്കിൽ കവിഞ്ഞാൽ 100 പേർ കേൾക്കുമായിരുന്നു. ഇന്ന് ആയിരക്കണക്കിന് ആളുകളിലേക്ക് താങ്കളുടെ പാർട്ടിക്കാർ വേണമെങ്കിൽ ഇത് സംപ്രേഷണം ചെയ്യും ഗ്രൂപ്പുകളിലൂടെ. ഞങ്ങളും പരമാവധി ഗ്രൂപ്പുകളിലൂടെ ഇത് സംപ്രേഷണം ചെയ്യും. അമ്മാതിരി കടുത്ത ദ്രോഹമാണ് താങ്കൾ ചെയ്തത്. അതിനേക്കാൾ മര്യാദകേടാണ് ഞങ്ങളിത് പ്രസംഗിക്കുമ്പോൾ പാർട്ടിക്കാരൻ മൈക്ക് വെച്ച് തടഞ്ഞത്. ഏതായാലും ദൈവം നല്ലത് വരുത്തുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വാചിക കത്ത് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും. പ്രൈസ് ദി ലോർഡ്. ജയ് ജഗത്. ലോക സമസ്ത സുഖിനോ ഭവന്തു. ആത്മബന്ധു ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ.